ഷൂവേർ കേസിൽ കസ്റ്റഡിയിലെടുത്തവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമിച്ചു എന്ന പരാതിയിൽ ഒടുവിൽ കേസെടുത്ത കുറുപ്പമ്പടി പോലീസ്. കുറുപ്പമ്പടി പോലീസ് കേസെടുക്കാതെ തടിത്തപ്പാൻ നോക്കിയായിരുന്നു. പക്ഷേ കോടതി കേസെടുക്കാൻ പറഞ്ഞു. എന്നിട്ടും അവർ കേസെടുത്തില്ല. അവസാനം 24 ഇന്നലെ വാർത്തയാക്കിയിരുന്നു. 4 FIRകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ഇപ്പോഴും FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നറിയുന്നു. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേർന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ കുറുപ്പമ്പടി പോലീസിൻ്റെ ഇരട്ട നീതി നമ്മൾ ഇന്നലെ വാർത്തയാക്കിയിരുന്നു. മാത്രവുമല്ല, ചില കേസിൽ അവർക്ക് വളരെ വേഗം, ചിലതിൽ അവർ ഉച്ചയിഴയും. അപ്പോൾ ഇപ്പോൾ ഉച്ചഴിച്ചിലൊക്കെ മാറ്റി അവർ നല്ല കുട്ടികളായോ? SKN ഗുഡ് മോർണിംഗ്. കുറുപ്പമ്പടി പോലീസ് നല്ല കുട്ടികളായെന്ന് പറയാൻ സാധിക്കില്ല SKN. കാരണം ആ കുറ്റപത്രം വായിച്ചു കഴിഞ്ഞാൽ, FIR വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഒളിച്ചുകളി തന്നെ ശ്രദ്ധിക്കാം. IPC 323, 324, IPC 34 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ഈ പോലീസുകാരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് ഓഫീസേഴ്സ് എന്ന് മാത്രമാണ് ആ കുറ്റപത്രത്തിൽ, ആ FIRൽ പോലീസുകാരുടെ പേരുകൾ, പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ കോടതിയിൽ നൽകിയ മൊഴിയിൽ ഈ പരാതിക്കാർ 4 പേരും ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരുടെ പേരുകൾ സഹിതമാണ് മൊഴി നൽകിയിരുന്നത്. പക്ഷേ ആ പേരുകൾ കുറുപ്പമ്പടി പോലീസിന് മാത്രം മനസ്സിലായിട്ടില്ല, അവർ കേട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം FIRൽ ആ പേരുകൾ ഉൾപ്പെടുത്താൻ മറന്നുപോയത്. ഏതായാലും കോടതിയിലേക്ക് ഈ FIR CMB ആയതുകൊണ്ട് കോടതിയിലേക്ക് FIR സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സ്വന്തം കൂട്ടത്തിൽ കുറ്റകൃത്യം കാണിച്ച, നിയമം അനുസരിക്കാത്ത പോലീസുകാരുടെ പേരുകൾ മറച്ചു വെച്ചുകൊണ്ടാണ് പോലീസുകാർ കൂറ് പ്രഖ്യാപിക്കുന്നത്. ഇത് നിയമത്തോടാണോ പോലീസ് ഉദ്യോഗസ്ഥരോടാണോ ഈ കൂറെന്നുള്ളതാണ് ഇത്തരം ഉദ്യോഗസ്ഥർ പ്രഖ്യാപിക്കേണ്ടത്. ഏതായാലും 4 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോഴും പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാതെ കണ്ണു കാണാത്ത അവസ്ഥയിലാണ് കുറുപ്പമ്പടി പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.